മാഡത്തിൻ്റെ ചോദ്യം വളരെ ആപ്റ്റായിട്ടുള്ള ചോദ്യം. അതെ, ആൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് എന്നുള്ള ഒരു മേഖലകളും അങ്ങനെയില്ല. രണ്ട് മേഖലകളും ഇപ്പം തുറന്നിട്ടിരിക്കുകയാണ്. എന്നാലും ഇപ്പോൾ ഏറ്റവും നിരാശാജനകമായിട്ടുള്ളൊരു കാര്യം നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുള്ള ഒത്തിരി കുട്ടികളും ബാങ്കിങ് മേഖലകളിലേക്ക് അവർ നിരാശയോടുകൂടിയാണ് ബാങ്കിൽ ജോലി ചെയ്യുന്നത്. അവരുടെ സ്വപ്നങ്ങൾക്ക് യാതൊരു ബലവും ഇല്ലാതെ, ഒരു വിലയില്ലാതെ അവർക്ക് ജോലി ഇല്ലെന്നുണ്ടെങ്കിൽ ബാങ്കിൽ നിന്നെടുത്ത ലോണിൻ്റെ പൈസ തിരിച്ചടയ്ക്കാൻ പറ്റിയില്ല. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വിഷമങ്ങൾ അറിയാം. അവൾ രാവിലെ ഒരു 9 മണിയാകുമ്പോൾ ബാങ്കിൽ ചെല്ലണം. അവളെ സംബന്ധിച്ചിടത്തോളം അവൾ കൂടുതൽ ആൾക്കാരുടെ അക്കൗണ്ടുകൾ കളക്ട് ചെയ്യണം. രാത്രി 8 മണി 9 മണി വരെ ബാങ്കിൽ ഇരിക്കേണ്ട ഒരു കഷ്ടകാലം ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം വന്നിരിക്കുന്നു. വളരെയധികം നെർവസാണ്, ആണായാലും പെണ്ണായാലും. എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, അവരവർ ഇഷ്ടപ്പെടുന്ന മേഖലയിലാണ് പഠനം നടക്കുന്നത് എങ്കിലും അവരവർക്ക് ഇഷ്ടപ്പെട്ട അതേ മേഖലയിൽ അവർക്ക് ജോലി സാധ്യത വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആ ചോദ്യത്തിനുള്ള ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ കുഞ്ഞുങ്ങൾ നിശ്ചയമായൊരു ഒരു കൗൺസിലറെ കാണും. വരുന്ന ഒരു 30 വർഷത്തേക്ക് ജോലി മേഖലകൾ തുറന്നു കിട്ടിയിരിക്കുന്ന കോഴ്സുകൾക്ക് മുമ്പാണ് പല കോളേജുകളിലും വന്നിട്ട് അവരുടെ കോളേജിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നു. ഒരു കൗൺസിലറെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അഡ്മിഷൻ കൺസൾട്ടന്റിനെ സംബന്ധിച്ചിടത്തോളം കോളേജുമായിട്ടും വരുന്ന കാലത്തെ കോഴ്സുകളുമായിട്ടും ഒരു അവയർനെസ് അവർക്കുണ്ട്. വരുന്ന കാലത്തേക്ക് ഒരു 30 വർഷത്തേക്ക് അവന് ഒരു ജോലി, അവൻ്റെ സ്വപ്നം അനുസരിച്ചുള്ള ജോലി എന്ന് പറഞ്ഞാൽ അത് ഉള്ളു തുറന്ന് ഈ ഡോക്ടറോട്, വക്കീലിനോട്, നമ്മളുടെ കേസ് നടന്ന വക്കീലിനോടൊക്കെ സത്യം പറയണം എന്ന് പറയുന്ന പോലെ ഒരു കുട്ടി അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾ അവരുടെ സാമ്പത്തികം, അവരുടെ സ്വപ്നങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ ആ സ്വപ്നത്തിനനുസൃതമായിട്ടുള്ള, ഇപ്പം മാഡത്തിനോട് പറഞ്ഞല്ലോ ഏകദേശം 4000-ഓളം കോഴ്സുകളിൽ നിന്ന് പ്രവേശിക്കുക. അതിൻ്റെ അകത്ത് ഇപ്പം റോബോട്ടിക്സ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, ഇങ്ങനത്തെ ഒത്തിരി ശാസ്ത്ര മേഖലകൾ വളർന്നതോടുകൂടി ജോലി മേഖലകൾ കുറഞ്ഞു. പക്ഷെ വേറെ ചില ജോലി മേഖലകൾ അവർക്ക് കൂടിയിട്ടുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മളൊരു കോഴ്സിന് പോകാൻ. അവിടെയാണ് നമ്മളുടെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് വഴിതെറ്റിപ്പോയത്. നല്ല കോഴ്സുകൾ എന്ത്, അവൻ്റെ സ്വപ്നത്തിനനുസരിച്ച് അവൻ ജോലി. ഇപ്പം മാഡം ഒരു +2 കഴിഞ്ഞ ഒരു കുട്ടിയാണ്, MBBS-നാണ് പോകാൻ്റെ സ്വപ്നം. അപ്പോഴത്തേക്ക് മാതാപിതാക്കൾ പറയുക നീ എഞ്ചിനീയറിങ്ങിന് പോയാൽ മതി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആ മാതാപിതാക്കളെ ചിലപ്പം അനുസരിക്കാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് MBBS-ന് വിടാനുള്ള സാമ്പത്തികമുണ്ട് അല്ലെങ്കിൽ അതിനുള്ള കഴിവുണ്ട്. എന്നിരുന്നാലും അവരെ പണക്കുണ്ടാകുന്നത് എഞ്ചിനീയറിങ്ങിന് പോയി കഴിയുമ്പോൾ ഇഷ്ടപ്പെടാത്ത ഒരു കോഴ്സിനാണ് പോകുന്നത്. അതേ സമയത്ത് ആ കുട്ടിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കോഴ്സാണെന്നുണ്ടെങ്കിൽ അതിന്റെ റിസ്ക് വഹിക്കാൻ അവനായാലും അവനായാലും തയ്യാറാണ്. അതേപോലെ തന്നെ ഒരു കുട്ടി സ്വയം അവന്റെ കോഴ്സ് തെരഞ്ഞെടുക്കണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. അതേ മാഡം, അത് ഒരു കൗൺസിലറുടെ അടുത്ത് വന്നിട്ട് അവന് ഏത് തരത്തിൽ പോയാലാണ് അവൻ ജീവിതം ഉണ്ടാകുന്നത് ആദ്യം അവനെ കുറിച്ച് അവൻ മനസ്സിലാക്കണം. അത് രക്ഷിതാക്കൾക്കും ഒരു ബോധ്യം വേണം. അവനവന്റെ മക്കളെ ഏത് തരത്തിലുള്ളതാണ്, അവരുടെ ഇഷ്ടങ്ങൾ എന്താണ്, അനിഷ്ടങ്ങൾ എന്താണ്, ഏത് മേഖലയിൽ അവർ പോയാലാണ് അവർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷിച്ച് അവർക്ക് ജോലി ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പം പറയാന്നുണ്ടെങ്കിൽ പൊളിറ്റിക്സ്, എക്കണോമിക്സ് ഒക്കെ എടുത്ത് ഒത്തിരി MA-ക്കാരും PhD എടുത്തവരൊക്കെ ഉണ്ട് നടക്കും. അവർക്ക് ജോലി മേഖലകളില്ല എങ്കിൽ അങ്ങനെ ആ പറഞ്ഞ എക്കണോമിക്സ് അല്ലെങ്കിൽ പൊളിറ്റിക്സ് എടുത്തു ഈ കോഴ്സ് മോശമാണ്. എടുത്തു കഴിഞ്ഞിട്ട് അവർക്ക് സിവിൽ സർവീസ് ചെയ്യണം അറിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. വെറുതെ ഒരു കോഴ്സ് എടുക്കുന്നു, അത്ര മാത്രം ഉള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതിനുശേഷമാണ് അവര് ജോലിയെ കുറിച്ച് ആലോചിക്കുന്നത് തന്നെ. പക്ഷെ അങ്ങനെ അല്ല വേണ്ടത്. വളരെ നേരത്തെ തന്നെ ഇവരിത് അറിഞ്ഞ് അതിനനുസരിച്ച് പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. ഫൗണ്ടേഷൻ വേണം ബിൽഡിംഗ് പണിയാൻ. നമ്മളെ സ്വപ്നങ്ങൾ ഫൗണ്ടേഷൻ ഇല്ലാതെ വന്നു കഴിയുമ്പോൾ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്വപ്നങ്ങൾ ഇടാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് അതിന് മാന്യമായൊരു ശമ്പളം കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്കാണ് നമുക്ക് സങ്കടം വരുന്നത്. പക്ഷെ സാറേ, വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ കുട്ടികൾക്കൊരു സ്വപ്നങ്ങളില്ല, ആർക്കും സ്വപ്നങ്ങളില്ല. എന്തിനാ പഠിക്കുന്നത് എന്നാണ് അവരുടെ ഒരു ചിന്ത തന്നെ. അതെ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഞ്ഞിന് അതിൻ്റെ ചെറുപ്പം മുതൽ വേണ്ട അതിൻ്റെ മാതാപിതാക്കൾ കൗൺസിലിംഗ്. അപ്പോൾ ആദ്യം മുതൽ തന്നെ ഒരു കൗൺസിലിംഗ് ആവശ്യമുണ്ട്. ആണുങ്ങൾ ക്ഷിപ്രകോപിയാണ്, സ്ത്രീയെ സംബന്ധിച്ച് ക്ഷമിക്കാനും സഹിക്കാനും സ്ത്രീ പവറുണ്ട്. അതനുസരിച്ച് നമ്മൾ ഒരു നല്ലൊരു കുടുംബം, അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കുടുംബ ചട്ടിയും കലവണ തട്ടിമുട്ടിയിരിക്കും. പക്ഷെ അത് കുഞ്ഞുങ്ങളെ കാങ്കയായിരുന്നു തട്ടുകയും മുട്ടുകയും ചെയ്യും. അതേ മാറ്റം ശരിയാണ്. ഒരു വിവാഹം കഴിക്കാൻ പോകുന്ന ആൺകുട്ടികളെ സംബന്ധിച്ചില്ല, ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് അവരാണ് കുടുംബത്തിൻ്റെ ദീപം. അവൾക്ക് ഒത്തിരി ജ്ഞാനങ്ങൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാലാണ് അവർക്കൊരു നല്ല വ്യവസ്ഥയാകാൻ പറ്റുന്നത്, വീട്ടമ്മയാകാൻ പറ്റുന്നത്, ഭാര്യയാകാൻ പറ്റുന്നത്. ആ കുഞ്ഞുങ്ങളെ വളർത്തേണ്ടത് കുഞ്ഞുങ്ങൾക്ക് വേണ്ട പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളും ആ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കൗൺസിലിംഗ് നാച്ചുറൽ കയ്യിലാണ്.
അപ്പോൾ അതിൻ്റെ ആ റെസ്പോൺസിബിലിറ്റി മാഡം എടുക്കും. അത് കഴിഞ്ഞിട്ട് സ്കൂളിങ്ങിലേക്ക് വന്നു കഴിയുമ്പോഴാണ് എന്നെ കൊണ്ടുള്ള ആവശ്യം വരുന്നത്. ഏത് തരത്തിലുള്ള കോഴ്സാണ് അവരുടെ സാമ്പത്തികത്തിനനുസരിച്ച് കോഴ്സ് ചെയ്ത് കൊടുക്കണം എന്നുള്ളത് പറയുന്നത് അതിനുശേഷം നമ്മളാണ്. അപ്പം മാഡം ആണ് ഈ ഫൗണ്ടേഷൻ. ശരിയായ രീതിയിൽ കുട്ടികളെ മാതാപിതാക്കളെ എല്ലാവരെയും നയിക്കാൻ പറ്റും. ശരിയാണ് സാർ പറഞ്ഞത്. മാഡമായിട്ട് ഇന്നത്തെ എൻ്റെ സംസാരം ഭയങ്കര നല്ലൊരു വിഷയം. താങ്ക് യു.